നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങളോട് സ്നേഹം അഭിനയിച്ച് പറ്റിക്കുന്നവരിൽ കാണുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും കിട്ടില്ല എന്നുറപ്പുള്ള സ്നേഹത്തിനു വേണ്ടി നിങ്ങളുടെ സമയവും നിങ്ങളുടെ കാലവും വെറുതെ പാഴാക്കി തീർക്കാതിരിക്കുക. സ്നേഹം അഭിനയിച്ചു പറ്റിക്കുന്നവരിൽ കാണുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, പറഞ്ഞ വാക്ക് അവർ ഒരിക്കലും പാലിക്കില്ല, അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടുപോകും. കാരണം പാലിക്കാൻ വേണ്ടി അല്ല അവർ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ വാക്കിൽ, പറഞ്ഞ കാര്യങ്ങളിൽ വീഴ്ച ഇട്ടുകൊണ്ട് ചെയ്തുകൊണ്ട് മോഹം തന്നുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുകയാണ് ചെയ്യുക. അതായത് അവർ നിങ്ങളോട് പറഞ്ഞ കാര്യത്തെ ഇപ്പോൾ ചെയ്യും എന്ന് തോന്നും വിധം നീട്ടിക്കൊണ്ടു പോയി നിങ്ങളെ കൂടെ അവരിലേക്ക് അടിമപ്പെടുത്തി അവസാനം അവർ കാര്യങ്ങൾ സാധിച്ച് അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തി പോകുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളവരെ മനസ്സിലാക്കി അവരോട് പെരുമാറുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ എല്ലാ പ്രവൃത്തികളും വിശ്വസ്തത ഇല്ലാത്ത രീതിയിലായിരിക്കും നിങ്ങളോട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ സ്നേഹമില്ലാതെ പറ്റിച്ചു നടക്കുന്നവർ അല്ലെങ്കിൽ പറ്റിക്കാൻ പോകുന്നവർ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടാകില്ല. അഥവാ മനസ്സിലാക്കിയാലും അവർ നിങ്ങളോട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വിശ്വസ്തത ഇല്ലാത്ത രീതിയിലായിരിക്കും. നിങ്ങൾക്ക് അവരുടെ പ്രവൃത്തിയിൽ ഒന്നും ഒരു സംതൃപ്തി അല്ലെങ്കിൽ വിശ്വസ്തത തോന്നില്ല. ഇത് നിങ്ങളെ പറ്റിക്കുന്നവരുടെ പ്രധാന ലക്ഷണമാണ്. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഒന്നിലും ഉറച്ചു നിൽക്കില്ല. ഒന്നിലും ഒരു ഉറച്ച തീരുമാനം അവർ എടുക്കില്ല. അത് നിങ്ങളെ പറ്റിച്ച് തീരുമാനം എടുക്കുന്നവരുടെ ലക്ഷണമാണ്. ഒരു കാര്യത്തിലും അവർ ഉറച്ചു നിൽക്കുകയുമില്ല. നിങ്ങളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവർ ഉറച്ചു നിൽക്കില്ല. സമയമാകുമ്പോൾ അവർ മാറ്റിക്കൊണ്ടിരിക്കും. അതുപോലെ ഉറച്ച ഒരു തീരുമാനം അവർ എടുക്കില്ല. കാരണം ഉറച്ച ഒരു തീരുമാനം എടുത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യം അവർക്കില്ല. കാരണം നിങ്ങളെ അവർ സ്നേഹിക്കുന്നില്ല. ഒന്നുകിൽ അവരുടെ കാര്യം നടന്നു പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എൻജോയ് ചെയ്യാൻ മാത്രം നിങ്ങളെ ഉപയോഗിച്ചു കൊണ്ട് നടക്കുകയാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അവർക്ക് വ്യക്തമായി അറിയാം അവരുടെ ഉള്ളിൽ എന്താണ് നിങ്ങളോടുള്ള ഭാവം എന്ന്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി അവർ അത് ചെയ്തു തരേണ്ട ആവശ്യം തന്നെയില്ല എന്ന് കരുതുന്നവർ ആണവർ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഒരു കാര്യവും അവർ നിങ്ങളോട് വ്യക്തമായി പറയില്ല. നിങ്ങളെ സ്നേഹിച്ച് പറ്റിക്കാൻ നടക്കുന്ന ഒരു വ്യക്തി ഒരു കാര്യങ്ങളും നിങ്ങളോട് വ്യക്തമായി പറയില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിഗൂഢമായിരിക്കും. എല്ലാം അദ്ദേഹം മറച്ചു വയ്ക്കും. അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കും. അദ്ദേഹത്തിന് നേടിയെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്താണ് വേണ്ടത് അതൊക്കെ ആയിരിക്കും അദ്ദേഹം സംസാരിക്കുക. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന കാര്യത്തിന് വ്യക്തമായ മറുപടി തരികയോ നിങ്ങളോട് ചേർന്നിരിക്കുകയോ അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുക, ഇതൊന്നുമില്ല. ഇത് നിങ്ങളെ സ്നേഹിച്ച് പറ്റിച്ചു നടക്കുന്ന ഒരു ആളുടെ ലക്ഷണമാണ്. അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, അവരുടെ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു പോകാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും അവർ. അവർ എന്താണോ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് സാധിച്ച് എൻജോയ് ചെയ്തു പോകാനുള്ള ശ്രമത്തിലായിരിക്കും അവർ. നിങ്ങളെ പറ്റിച്ച് നടക്കുന്നവർ ഒരിക്കലും നിങ്ങളോട് ആത്മാർത്ഥമായി പെരുമാറുകയോ അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ ഇടപെടുകയോ ആത്മാർത്ഥമായി ചെയ്യില്ല. ഇത് ഒക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ നിന്ന് അത് ഒന്നും പ്രതീക്ഷിക്കണ്ട. അവർ ഇങ്ങനെ കുറച്ചുനാൾ കൊണ്ടു നടന്ന് അവർ നിങ്ങളിൽ നിന്ന് പതിയെ അകലാൻ തുടങ്ങും. ഇതാണ് അവരുടെ ഉള്ളിൽ ഉള്ളത്. അല്ലാതെ ശുദ്ധമായ സ്നേഹമൊന്നുമല്ല അവരുടെ ലക്ഷ്യം. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇന്നുള്ള 98% സ്നേഹബന്ധങ്ങളിലും ഇതാണ് സംഭവിക്കുന്നത്. ഒരു ആത്മാർത്ഥതയുമില്ല, വിശ്വസ്തതയുമില്ല, ഒന്നുമില്ല. ചില സ്ത്രീകൾ ആണുങ്ങളുടെ വലയിൽ വീണു തകരുന്നു. ചില ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വലയിൽ വീണു തകരുന്നു. ഇന്നത് സംഭവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് ഏതാണ് എന്നത്. ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഇതൊക്കെ ആത്മാർത്ഥ സ്നേഹമാണ് എന്ന് വിശ്വസിച്ച് വീണു കിടക്കുകയാണ്. പക്ഷേ തകർന്നു കഴിയുമ്പോൾ മേലോട്ട് നോക്കി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇത് പറ്റിയല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. അവൻ പറ്റ ചതിയനായിരുന്നല്ലോ,
അല്ലെങ്കിൽ അവൾ പറ്റ ചതിക്കുന്നവളായിരുന്നല്ലോ എന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചതി പറ്റാതിരിക്കാൻ, സ്നേഹച്ചതി പറ്റാതിരിക്കാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഒട്ടും സ്നേഹമില്ലാത്ത ഒരു ബന്ധത്തിൻ്റെ പുറകെ നടന്ന് നിങ്ങൾ തകരാതിരിക്കുക. അങ്ങനെയൊരു അവസ്ഥ വന്നാൽ നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് തണലാകാനും ഒരാൾ പോലും ഉണ്ടാവില്ല. ഓർക്കുക, ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക.